ഈ വീഡിയോയുടെ കണ്ടന്റ് ഒരു ബിസിനസ് വാർത്തയാണ്, ഒരു സ്റ്റാർട്ടപ്പ്. അപ്പം ഇതിൻ്റെ കണ്ടന്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കിത് ഇതേപോലുള്ള വാർത്തകൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ ഇതേപോലെ രസകരമായ ബിസിനസ് വാർത്തകൾ ഞാനിതേപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. റെഗുലറായിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് വെച്ച്. കാരണം നിങ്ങൾക്കിത് മനസ്സിലാകുന്ന ലോകത്ത് നടക്കുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണ്. രസകരമായ ബിസിനസ്സാണിത്. അതായത് ഡൽഹി IIT പഠിച്ച മനീഷ് ചന്ദ്ര, പുള്ളി സാൻ ഫ്രാൻസിസ്കോയിൽ 2011 ഒരു ബിസിനസ്സാണ്, ഒരു സ്റ്റാർട്ടപ്പാണ്. അതിൻ്റെ പേര്, ബ്രാൻഡിൻ്റെ പേര് പോഷ്മാർക്ക്. ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ബിസിനസ് ഐഡിയ പോലും ഭയങ്കര രസകരമാണ്. അതായത് നിങ്ങൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഉപയോഗിച്ച വസ്ത്രം, അതായത് കോസ്റ്റ്യൂംസ്, അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ വിൽക്കാം. ഇതാണ് സംഭവം. മനസ്സിലാക്കുക, 2023 അതിൻ്റെ വാല്യുവേഷൻ നടത്തുമ്പോൾ ആ കമ്പനി വളർന്നത് 1.7 ബില്യൺ. ആലോചിച്ച് നോക്കുക, എവിടുന്ന് എങ്ങോട്ടാണ് പോയത്. ആ കമ്പനി ടേക്ക് ഓവർ ചെയ്തേക്കുന്നത് കൊറിയൻ ബേസ്ഡ് നാവർ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇതിനെ അങ്ങ് ടേക്ക് ഓവർ ചെയ്തു. എന്ത് ഇയാൾ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതായത് ഈ സംഭവം, അതായത് നമ്മളിപ്പോൾ ഒരു വസ്ത്രം മേടിക്കും, നല്ല ബ്രാൻഡ്, ഇതെല്ലാം നല്ല ബ്രാൻഡുകളാണ് ഈ സംഭവങ്ങളെല്ലാം. ഇപ്പോൾ ഈ വസ്ത്രം മേടിച്ച് കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം നമുക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്കതിനോട് പിന്നീട് അത് ഇടാനുള്ള താല്പര്യം കാണുന്നില്ലേ? എഗ്രീഡ്. അതിനുശേഷം അവർക്ക് അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിൽക്കാം. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിൽക്കുമ്പോൾ ചിലപ്പോൾ വില കുറയ്ക്കും. പക്ഷേ ഏറ്റവും വലിയ സംഭവം ഈ വസ്ത്രങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ, അതായത് പോഷ്മാർക്കിലുണ്ടായ സംഭവം എന്ന് പറയുന്നത്, അയാൾ മനീഷ് ചന്ദ്ര ന്യൂയോർക്ക് ടൈംസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത്, അതിൽ 30% ഇത് വിൽക്കാൻ ശ്രമിച്ച ആളുകൾക്ക്, സെല്ലറിന്, അവർ വാങ്ങിയ വിലയെക്കാളിലും ചിലതിനൊക്കെ അതിൻ്റെ 2 ഇരട്ടി കിട്ടി. തമാശയാണ്. അത് നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടായ സംഭവം. ഇതാണ് എൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോഴ് ഈ ഓൺലൈൻ അതായത് പോഷ്മാർക്ക് എന്ന് പറഞ്ഞതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 80 മില്യനാണ്. ഏകദേശം 8 കോടി ആളുകൾ അത് ലോഗിൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സാധനങ്ങൾ വാങ്ങുന്നു. ഇതൊരു ഗ്ലോബൽ ട്രെൻഡായിട്ടങ്ങ് മാറി. അപ്പം നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇഷ്ടമില്ലാത്തൊരു സാധനം ഓൺലൈനിൽ വിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇരട്ടി വില കിട്ടുന്നത്? രസമെന്ന് പറയുന്നത്, ഇതേപോലെയുള്ള സാധനങ്ങൾ തപ്പി നടക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്ക് ഇന്ന കളറ് വേണം, ഇന്ന സൈസായിരിക്കണം. അപ്പോൾ അതിനകത്തുള്ള ചില ആൾക്കാർ വളരെ ചൂസിയാണല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. വളരെ ചൂസിയാണ്, വളരെ സെലക്റ്റീവാണ്. അവരുദ്ദേശിക്കുന്ന കളറ് വേണം, ഇന്ന കോമ്പിനേഷൻ വേണം, അവരുടെ സ്കിൻ ടോണിനനുസരിച്ച് പോകണം. അതിങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ചിലപ്പോഴൊന്നും എല്ലാ കടകളിലും സ്റ്റോറുകളൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ ചില രീതിയിലുള്ള ഈ വസ്ത്രങ്ങൾ എന്ന് പറയുന്ന, കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത്, ചില കമ്പനികൾ അത് ചില സന്ദർഭം കഴിയുമ്പോഴങ്ങ് നിർത്തും. പക്ഷേ ഇത് തപ്പി നടക്കുന്ന ആൾക്കാരുണ്ടോ? അതായത് ഒരു കൺസ്യൂമറിന് പല ഡിമാൻഡ് ഉണ്ടല്ലോ, ഒരു വാങ്ങിക്കുന്നവർക്ക്. അപ്പോൾ ആ ഡിമാൻഡ് അനുസരിച്ച് ഈ പറയുന്ന സ്റ്റോറുകളിലൊന്നും ഇതേപോലെയുള്ള സാധനങ്ങളില്ല. അപ്പോഴവർ ഈ ഓൺലൈനിൽ, അതായത് പോഷ്മാർക്കിൽ വന്ന് നോക്കുമ്പോൾ അവരുദ്ദേശിക്കുന്ന കളർ കിട്ടുന്നുണ്ട്, അപ്പോൾ അവരുദ്ദേശിക്കുന്ന സെയിം അളവ് കിട്ടുന്നുണ്ട്, അവരുദ്ദേശിക്കുന്ന ഏത് ഫാഷനാണോ അതും കിട്ടുന്നുണ്ട്. അവർ എന്ത് വില കൊടുക്കാൻ എപ്പോഴും തയ്യാറാകും. ഇപ്പോൾ അത് $100 വാങ്ങിയെന്ന് വിചാരിച്ചു. അവർക്ക് ആ സമയത്ത് ഇത് വാങ്ങാൻ, കാരണം ഈ പറയുന്ന ആൾ, വിൽക്കുന്നയാൾ 1-2 പ്രാവശ്യം യൂസ് ചെയ്തു. പക്ഷെ അവർക്ക് വിൽക്കാൻ നേരത്ത് അത് $120-140 കൊടുത്തൊക്കെ വാങ്ങും. കാരണം അയാൾക്ക് താല്പര്യമുണ്ടത് വാങ്ങാൻ. ഇപ്പോഴും മനസ്സിലായിട്ടും ഈ കൺസ്യൂമറിന് എന്താണ് താല്പര്യം, അതിനർത്ഥം പണം നോക്കില്ല. ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ഈ ബൈയിങ് കൾച്ചർ എന്ന് പറയുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ ഈ പറയുമ്പോഴും നിങ്ങളും മനസ്സിലാക്കണം, നിങ്ങൾ ഇതിനെപ്പറ്റി, ഈ പറയുന്ന ബ്രാൻഡിനെ പറ്റി, അതായത് പോഷ്മാർക്ക് എന്ന സാധനത്തെ പറ്റി നിങ്ങളും കേട്ട് കാണും. പക്ഷേ നിങ്ങൾക്കും അത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം ഞാനീ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. അതായത് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. കാരണം ആ ഇൻ്റർവ്യൂ മുഴുവനും ഞാൻ വായിച്ചു. അപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നത്, ഈ
ഈ മനീഷ് ചന്ദ്ര എന്ന് പറയുന്ന അയാളുടെ ഒരു ധാരണ, അയാൾ തുടങ്ങുമ്പോൾ ആരും ചെയ്യാത്തൊരു സംഭവം ചെയ്യണം. അതായത് ഒരാൾ ചെയ്യുന്നു, ഞാനും അതങ്ങ് ചെയ്യാം. നാട്ടിലുള്ള സംഭവമുണ്ട്, ഒരാൾ കട തുടങ്ങി രക്ഷപ്പെട്ടു, തൊട്ടപ്പുറത്ത് നിന്ന് വേറൊരുത്തരം കട തുടങ്ങി. അങ്ങനെയല്ല സംഭവം. ഇതിനകത്ത് ആരും ചെയ്യാത്തൊരു സംഭവം യുണീക്കായിട്ട് സംഭവം അങ്ങ് ചെയ്യുന്നു. അതിനൊരു മാർക്കറ്റുണ്ട്. അതിന് പെട്ടെന്നുള്ള മാർക്കറ്റല്ല, അതിന് മാർക്കറ്റ് ഉണ്ടായി വരും. അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചു, അതായത് ഒരു വസ്ത്രം വാങ്ങി 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഉപയോഗിച്ചു, കാരണം ബ്രാൻഡഡ് ആണ്, പക്ഷെ അത് വിൽക്കുമ്പോൾ അതിനേക്കാളും വില കിട്ടുന്നു. സോ ഫണ്ണി, നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അതാണ് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവത്തിനല്ല, ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടായി വരും. അതിനകത്ത് എന്നെ കേൾക്കുന്ന പല മലയാളികൾക്കും ഇത് ഉപയോഗിക്കാം. അതേപോലെ നിങ്ങളോട് ഈ ചെറുപ്പക്കാരോടും ഈ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരോടും പറയാനുള്ളത്, എൻ്റെ ഒരു, കാരണം ഞാൻ ഇത്രയും ഇതൊക്കെ വായിക്കുന്നുണ്ട്, ബിസിനസ് മാഗസിൻസും അതൊക്കെ വായിക്കുന്നു, മനസ്സിലാക്കുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് യുണീക്കായിട്ടുള്ള കാര്യം ചെയ്യും. എല്ലാവരും ചെയ്യരുത്. യുണീക്കായിട്ട് ആരും ചെയ്യാത്തൊരു കാര്യം, അതിനെപ്പറ്റി നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് റീസണബിൾ കോസ്റ്റിൽ എങ്ങനെ ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം അതിന് ഏറ്റവും നല്ല സംഭവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ. കാരണം ഈ പോഷ് മാർക്ക് എന്ന് പറഞ്ഞ സാധനം അയാൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആയിട്ട് അത് ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഇത് വാങ്ങാൻ തുടങ്ങും. കാരണം ആൾക്കാർ ഈ വസ്ത്രം ഇട്ടത് വിൽക്കുന്നവർ അവരതിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, വീഡിയോ എടുക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു. കാരണം അത് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുവാണ് പലതും ചെയ്യാനും, അത് മാർക്കറ്റ് ചെയ്യാനും, അത് സെല്ല് ചെയ്യാനും. അപ്പം അതുപയോഗിച്ചാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ട്രഡീഷണലായിട്ട് കൺവെൻഷനലായിട്ടുള്ള തോട്ട്സിലല്ല ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. കാരണം ഒരാൾ ചെയ്തു, അത് ഞാൻ ചെയ്യാം, അങ്ങനല്ല. പുതിയൊരു കാര്യം ചെയ്യണം. കാരണം ലോകം എന്ന് പറഞ്ഞൊരു വലിയ മാർക്കറ്റാണ്. അതാണ് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ലോകമാണ് മാർക്കറ്റ്. ഒരു ചെറിയ ഗ്രാമത്തിലിരുന്ന് ഒരാൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, അതിനൊരു മാർക്കറ്റ് ഉണ്ടെന്ന് ആലോചിച്ചോണം. ആ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള തോട്ട് പ്രോസസ്സാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അല്ല വെറുതെ ചാടി കയറി ഒരുത്തൻ രക്ഷപ്പെട്ടു ഞാനും അതൊക്കെ ചെയ്യാം, അങ്ങനല്ല. ആ തോട്ട് പ്രോസസ്സിലുണ്ടാകുന്ന പ്രോഡക്റ്റാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. അത് യുണീക്കായിരിക്കും. അത് മറ്റുള്ളവർക്കൊന്നും ചാടി കയറി തുടങ്ങാനും പറ്റത്തില്ല. ഇതാണ് എല്ലാവർക്കും തുടങ്ങാം. ഇതൊക്കെ ഒരു പ്രോസസ്സിൽ കൂടെ പോയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ് ഓരോരുത്തരും ഓരോ യുണീക്ക്നെസ് ഉണ്ടാകുന്നത്. ആ യുണീക്ക് ക്വാളിറ്റിയാണ് ലോകത്തിന് ആവശ്യം. അല്ലാതെ സെയിം റിപ്പീറ്റേഷൻ ചെയ്ത് പോയി കഴിഞ്ഞ് ഇത് അലമ്പായിട്ട് അങ്ങ് പോകും. അതാണ് അധികവും ഫ്ലോപ്പ് ആകുന്നത്. ഇങ്ങനെയുള്ള ഓരോ സ്റ്റോറികൾക്ക് വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ എഴുതുവാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് ഫർദറായിട്ടും തരുന്നതായിരിക്കും.